ഹായ് വ്യൂവേഴ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നുരപ്പത്തിരി അല്ലെങ്കിൽ പദപ്പത്തിരി അല്ലെങ്കിൽ കൈമപ്പത്തിരി എന്നും പറയുന്ന ഈ പത്തൽ ഒരു മലബാർ വിഭവമാണ്. ഒരു പ്രത്യേക ഐറ്റം തന്നെയാണ് ഇത്. വായിലിട്ടാൽ അങ്ങോട്ട് അലിഞ്ഞു പോവും. മിക്ക സ്പൈസി കറീസ്, ചിക്കൻ കറി, ബീഫ് കറിനായിട്ടൊക്കെ നന്നായി ചേരുന്ന ഈ പത്തൽ പത്തിരി റെസിപ്പി നമുക്ക് നോക്കാം. വളരെ എളുപ്പമാണ്, കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉള്ളൂ. നല്ലൊരു നോവൽറ്റി ഐറ്റമാണ്. സ്പെഷ്യൽ ഒക്കേഷൻസിനോ റമദാൻ ഇഫ്താർ ഐറ്റമായിട്ടോ ഒക്കെ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിതിന് വേണ്ടി ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ആദ്യം നമുക്ക് 1 കപ്പ് വയനാടൻ കൈമ അല്ലെങ്കിൽ ജീരകശാല അരി വേണം. ഇതൊരു 12 നുരപ്പത്തിരി ഉണ്ടാക്കാനുള്ള അളവാണ്. കൂടുതൽ വേണമെങ്കിൽ അളവ് അതനുസരിച്ച് കൂട്ടുക. പിന്നെ കൈമ അരി ഇല്ലെങ്കിൽ നമുക്ക് ബസ്മതി അരി യൂസ് ചെയ്യാം. പക്ഷേ നമ്മുടെ കൈമ അരിക്ക് കിട്ടുന്ന ആ ഒരു സ്മെല്ല്, ആ ഒരു മണം മറ്റേ അരികൾക്ക് കിട്ടില്ല. ഇത് അതിന് പ്രത്യേക ഒരു രുചി തന്നെ കൂട്ടുന്നതാണ് ആ സ്മെല്ല് എന്ന് പറയുന്നത്. പിന്നെ 2 കപ്പ് തേങ്ങാപ്പാൽ, 1-ാം പാലാണ്. അത് ഫ്രഷ് തേങ്ങ അരച്ച് പിഴിഞ്ഞെടുക്കുന്ന പാലാണ് ഏറ്റവും നല്ലത്. കാർട്ടണിലും ക്യാനിലും കിട്ടുന്ന തേങ്ങാപ്പാൽ ഈ റെസിപ്പിക്ക് അത്രയ്ക്കും ചേരില്ല. പിന്നെ ഫ്രോസൺ ഗ്രേറ്റഡ് കോക്കനട്ട് കിട്ടാൻ ഉണ്ടെങ്കിൽ അതായാലും കുഴപ്പമില്ല. ഡീഫ്രോസ്റ്റ് ചെയ്ത് അരച്ച് പിഴിഞ്ഞ് പാലെടുക്കാം. പിന്നെ 2 മുട്ട വേണം. അപ്പോൾ ആദ്യം നമ്മുടെ നമ്മുടെ ജീരകശാല അരി എടുത്ത് നന്നായി കഴുകി റിൻസ് ചെയ്തതിന് ശേഷം നമുക്കിത് സോക്ക് ചെയ്യാൻ വെക്കണം. ഒരു 3 മണിക്കൂറോളം വെള്ളത്തിൽ സോക്ക് ചെയ്ത് മാറ്റി വെക്കണം. സോക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഈ കൈമാരി കൈകൊണ്ട് കോരി എടുത്ത് മാറ്റണം. അല്ലെങ്കിൽ ഒരു അരിപ്പ പാത്രത്തിൽ ഇത് സ്ട്രെയിൻ ചെയ്തെടുക്കാം. എന്നിട്ടൊരു മിക്സിയിലേക്ക് ആഡ് ചെയ്യാം. വലിയ മിക്സിയുടെ ബ്ലെൻഡർ ജാറിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ വെള്ളം ചേർക്കുന്നില്ല. ഇതിലേക്ക് നമ്മുടെ 2 കപ്പ് തേങ്ങാപ്പാലും ആ 2 മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് അരച്ചെടുക്കണം. ബ്ലെൻഡർ ജാറിലിട്ട് നന്നായി സ്മൂത്തായി കിട്ടുന്നത് വരെ അരച്ചെടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ നുരപ്പത്തിരിയുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിക്കാം. ഈ ബാറ്റർ വളരെ തിന്നായിരിക്കും, അങ്ങനെ കട്ടിയൊന്നും കാണില്ല. നമ്മൾ ഈ ബാറ്റർ ഒരു ബൗളിലേക്ക് മാറ്റാൻ കാരണം നമുക്കിതിൻ്റെ പത ഉണ്ടാക്കണം. ഈ പത വെച്ചിട്ടാണ് നുരപ്പത്തിരി ഉണ്ടാക്കുന്നത്. ഒരു ഇലക്ട്രിക് എഗ് വിസ്ക് അല്ലെങ്കിൽ എഗ് ബീറ്റർ വെച്ചിട്ട് ആണ് പത ഉണ്ടാക്കുന്നത്. ഇതാണ് ഏറ്റവും എളുപ്പം. ബീറ്റ് ചെയ്ത് നന്നായി പതയുന്നവരെയും ബീറ്റ് ചെയ്തെടുക്കണം. ആ സമയത്ത് ഒരു ചെറിയ നോൺ സ്റ്റിക്ക് പാൻ നമുക്ക് ചെറുതായിട്ട് എണ്ണ വെച്ച് തടവി കൊടുക്കാം. നോൺ സ്റ്റിക്ക് പാൻ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ അപ്പച്ചട്ടി ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ ഓരോ നുരപ്പത്തിരി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ പതഞ്ഞ് എടുത്തതിന് ശേഷം ഒരു ലേഡിൽ കൊണ്ട് ആ മോളിൽ നിന്ന് കൂടുതൽ പതയും കുറച്ച് ബാറ്ററും കൂടി കോരി എടുത്തിട്ടാണ് ഓരോന്നുണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ ദോശ ഉണ്ടാക്കുന്ന അത്രയും ബാറ്ററി ഞാൻ കോരി എടുക്കുന്നുണ്ട്. അതിൽ കൂടുതൽ പതയും കുറവ് ബാറ്ററുമാണ്. എന്നിട്ട് ഇതുപോലെ പാനിലേക്ക് ഒഴിച്ചിട്ട് പാനൊന്ന് ചെരിച്ച് കൊടുത്താൽ മതി ഇത് സ്പ്രെഡാക്കാൻ. തവി കൊണ്ടൊന്നും പരത്തി കൊടുക്കരുത്. ഇതേപോലെ തന്നെ അത് സെറ്റ് ആവണം. ഇതൊരു ലോ ടു മീഡിയം തീയിൽ ആണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. അതുപോലെ തന്നെ ചെറിയ ഫ്രൈങ് പാൻ, നോൺ സ്റ്റിക്ക് പാൻ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നല്ല ഷേപ്പുള്ള, നല്ല റൗണ്ട് ആയിട്ടുള്ള നുരപ്പത്തിരി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യത്തെ സൈഡ് ഒരു 40 സെക്കൻഡ് മുതൽ 1 മിനിറ്റ് വരെയും കുക്ക് ചെയ്തെടുക്കണം. എന്നിട്ട് ചെക്ക് ചെയ്യണം ആ മോൾ ഭാഗത്ത് നനവ് ബാക്കി നിൽക്കരുത്. അതുപോലെ തന്നെ അതിൻ്റെ അടിഭാഗം ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ വന്ന് തുടങ്ങണം. നമുക്കൊന്ന് പൊക്കി നോക്കുമ്പോൾ അറിയാം ആയിട്ടില്ല. അപ്പോൾ വേണമെങ്കിൽ ഒന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം, ഒന്നും കൂടി സ്പീഡപ്പ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ മോൾ ഭാഗം നനവൊക്കെ മാറിയിട്ടുണ്ട്. അടിഭാഗം ഒരു ചെറിയ ഇതുപോലത്തെ ഈ മഞ്ഞ ഗോൾഡൻ കളർ ആകുമ്പോൾ ഇത് റെഡിയാണ്. പിന്നെ ഇവിടെ നോട്ട് ചെയ്യാനുള്ളൊരു കാര്യം, ഈ ഒരു നുരപ്പത്തിരി ആയതിനു ശേഷം ഇതുപോലത്തെ ഒരു വയർ സ്ട്രെയിനർ അല്ലെങ്കിൽ ഇതുപോലത്തെ മെഷീനിലേക്ക് അതിൻ്റെ അടി കമ്മുന്ന ഭാഗത്തേക്ക് നമുക്കിത് വിരിച്ചിട്ട് കൊടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ അടിയിൽ നിന്ന് അത് ആവി കയറി അതിങ്ങനെ തണുത്ത് പോവില്ല. ആ ലൈറ്റ് ടേസ്റ്റും ആ പത അങ്ങനെ തന്നെ നിൽക്കണമെങ്കിൽ കുറച്ച് നേരം ഇതുപോലെ ആവി പോകുന്നവരെയും നമുക്ക് ഇതുപോലെ മാറ്റി വയ്ക്കണം.
അങ്ങനെ നമുക്ക് ബാക്കിയുള്ള നുരപ്പത്തിരി ഇതേപോലെ ഉണ്ടാക്കാം. ഓരോ തവണ നമ്മൾ ഓരോ നുരപ്പത്തിരി ഇടുന്നതിന് മുമ്പ് നമുക്ക് അത് പതിഞ്ഞ് വരുന്നവരെയും പിന്നെയും ബീറ്റ് ചെയ്യണം. എന്നിട്ട് ആ കൂടുതൽ പതയും കുറച്ച് ബാറ്ററും ചേർത്ത് ഓരോന്നും ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ നുരപ്പത്തിരിയിൽ ഉപ്പ് ചേർത്തിട്ടില്ല, ഉപ്പ് മറന്നതല്ല, ഉപ്പ് ചേർക്കാണ്ട് ഉണ്ടാക്കുമ്പോഴാണ് നല്ല സോഫ്റ്റായിട്ട് വരുന്നത്. ഉപ്പ് ചേർക്കുമ്പോൾ ഇത്രയ്ക്കും ആ ലൈറ്റ് ടേസ്റ്റ് കിട്ടാറില്ല. പിന്നെ നമ്മൾ നല്ല കറികളുടെ കൂടെ കൂട്ടി കഴിക്കുന്നതുകൊണ്ട് ഉപ്പിൻ്റെ ആവശ്യവും ഇല്ല. പിന്നെ നിങ്ങളുടെ ഹാൻഡ് വിസ്ക് അല്ലെങ്കിൽ ഇലക്ട്രിക് എഗ് ബീറ്റേഴ്സ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ബ്ലെൻഡറിൽ ആ മിക്സിയുടെ ജാറിൽ തന്നെ ഓരോ പ്രാവശ്യം പതപ്പിച്ചെടുത്താൽ മതി. എഗ് ബീറ്റർ ആകുമ്പോൾ കുറച്ചും കൂടി എളുപ്പം ഉണ്ടെന്നുള്ളൂ. അങ്ങനെ ഓരോ നുരപ്പത്തിരി കഴിയുമ്പോൾ അതിന് മുമ്പ് നമ്മൾ ആവി പോകാൻ വേണ്ടി സ്ട്രെയിനറിൻ്റെ കമന്ന ഭാഗത്ത് വിരിച്ചിട്ടിരിക്കുന്ന നുരപ്പത്തിരി ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കാം. ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പ് 2 പ്രാവശ്യം ഫോൾഡ് ചെയ്യുമ്പോൾ ഇതുപോലെ ആവും. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ചുട്ടെടുക്കാം. ആവി പോകാൻ വേണ്ടി കുറച്ച് നേരം ഇങ്ങനെ കമത്തിയിടണം നമ്മുടെ സ്ട്രെയിനറിൽ. അതിനുശേഷം ഇതുപോലെ മടക്കിയിടാം. ഇത് മധുരം ഇഷ്ടമുള്ളവർക്ക് ഇത് തേങ്ങാപ്പാലും പഞ്ചസാരയും കൂട്ടി കഴിക്കാൻ പറ്റിയതാണ്. അല്ലെങ്കിൽ നല്ല ചിക്കൻ കറിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇതിൻ്റെ കൂടെ ബീഫ് കറി ആയാലും നല്ലതാണ്. ഈ നുരപ്പത്തിരി വളരെ സോഫ്റ്റാണ്, നമ്മൾ വളരെ ലൈറ്റായിട്ട് തോന്നും അത് കഴിക്കുമ്പോൾ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കറിയൊക്കെ റെഡിയായതിന് ശേഷം ഈ നുരപ്പത്തിരി ചൂടാവൂ. കാരണം ഇത് വേഗം തന്നെ സെർവ് ചെയ്യണം. ഒരുപാട് നേരം ഇരുന്നാൽ ആ നുരപ്പത്തിരിക്ക് ആ മുട്ടയുടെ മണം ഇങ്ങനെ പൊങ്ങി നിൽക്കും. പക്ഷെ ചുട്ട ഉടനെ നമ്മൾ സെർവ് ചെയ്താൽ ആ മണം തീരെ കാണില്ല. ശരിക്കും നല്ല ടേസ്റ്റാണ്. നല്ല സ്പൈസി ആയിട്ടുള്ള വല്ല കറി വെച്ച് കൂട്ടി നോക്ക്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന.